ഒത്തിരി സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു പെൻഷനാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഒരുപാട് പേര് ഈ ഒരു പെൻഷനെ പറ്റിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ്. ഇത് ഏകദേശം 2 മാസം മാത്രമേ നമുക്ക് ആ ഒരു പെൻഷൻ്റെ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയിട്ടുള്ള യാതൊരു അറിവും കാര്യങ്ങളും ഇല്ലാത്തത്. അതിനുശേഷം നമുക്കിതുവരെയും ഒരു ഗഡുക്കൾ പോലും കിട്ടിയിട്ടുമില്ല. എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയിട്ടുള്ള യാതൊരു അറിവും ഇപ്പോൾ ഇല്ല. എന്നാൽ ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത് ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജനക്ഷേമമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ യാതൊരു രീതിയിലും മുടങ്ങാണ്ട് അല്ലെങ്കിൽ യാതൊരു രീതിയിലും ഈ ഒരു പെൻഷൻ ക്യാൻസൽ ചെയ്യില്ല എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷന് ഒരുപാട് ആൾക്കാർ, അർഹതയില്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ ഒരു പെൻഷൻ സ്കീമിൽ കയറി കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെയൊക്കെ പുറത്താക്കിയിട്ട് അർഹതയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു പെൻഷൻ സ്കീം പുതുക്കി പുതിയൊരു രീതിയിലും പുതിയൊരു ഭാഗത്തിലും കൊണ്ടുവരുന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഒരു സ്കീം കൊണ്ടുവരുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു സ്കീം ഇതേ രീതിയിലല്ലാണ്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു സ്കീം പ്രകാരം BPLലുള്ള കാർഡിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ്, അതായത് അവർക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്കീമിൽ ഇപ്പോഴത്തേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പം എന്നാൽ BPL ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഈ ഒരു സ്കീമിലുള്ളത് കൊണ്ട് തന്നെ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയും കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിനെ പറ്റിയുള്ള യാതൊരു റിപ്പോർട്ടും വരാത്തത്. എന്തായാലും ഇത്രയും ജനക്ഷേമം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി അവർക്ക് പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഒരു വേറൊരു രീതിയിൽ ഒരുപാട് നേട്ടങ്ങളോട് കൂടിയിട്ട് ചിലപ്പോൾ ഇതിനേക്കാളും എമൗണ്ട് കൂട്ടിയിട്ടും ആ രീതിയിലുള്ളൊരു പുതിയൊരു പദ്ധതി അവരെന്തായാലും ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അതിൽ അർഹതയുള്ള സ്ത്രീകൾക്കായിരിക്കും. അവിടെ ചിലപ്പോൾ APL എന്നോ BPL എന്നോ ഒന്നും ഒരു വകതിരിവില്ലാണ്ട് അർഹതയുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഈ ഒരു പെൻഷൻ കൊടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഉറപ്പായിട്ടും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഒരു രീതിയിലും ഈ ഒരു പദ്ധതി നിർത്തലാക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഈ ഒരു പദ്ധതി നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള യാതൊരു രീതിയിലുള്ള റിപ്പോർട്ടും വന്നിട്ടില്ല. എന്തായാലും ഇതവർ ഒന്നൊത്തിരി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതിനെ പറ്റിയിട്ടുള്ള പുതിയ അറിയിപ്പും കാര്യങ്ങളൊക്കെ എത്തുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പദ്ധതി എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അത്രയും അർഹതയുള്ള സ്ത്രീകളെ അവർക്ക് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ള പദ്ധതി അവർ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരാണോ പിന്നോട്ട് നിൽക്കുന്നവരാണെന്നും സർക്കാരിന് അറിയാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടിയിട്ട് അവിടെ എക്സ്ട്രാ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അർഹതയുള്ള സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പദ്ധതി പ്രകാരമുള്ള എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും.